രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാരുണ്യാതിരേകത്താൽ ശ്രീമദ് രാമായണീയമായും രാമായണ മകരന്ദമായും രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായുള്ള ഈ പ്രതിദിന പ്രഭാഷണ പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ഭക്തജനങ്ങളുടെ അനൽപമായ അനുഗ്രഹം കൊണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഉത്തരകാണ്ഡത്തിലെ അല്ലെങ്കിൽ ഉത്തര രാമായണത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സർഗങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ സർഗത്തിൽ രാക്ഷസന്മാരുടെ രാജ്യസ്ഥാപനം എന്ന രീതിയിൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിവർ ലങ്കയുടെ അധിപതികളായി, ലോകത്തിൻ്റെ മുഴുവൻ അധിപതികളായി രാവണൻ മാറുന്നതായിട്ടുള്ള രംഗം. പിന്നീട് ബാലി സുഗ്രീവന്മാരുടെ പൂർവ്വചരിത്രത്തെ അറിഞ്ഞാൽ കൊള്ളാം എന്ന് എല്ലാം അറിയുന്ന ശ്രീരാമചന്ദ്രസ്വാമി അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് അഭ്യർത്ഥിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി ആ കഥകളെ പറയുന്നു. അവിടെ ഇന്ദ്രൻ്റെ പുത്രനായി ബാലിയും സൂര്യൻ്റെ പുത്രനായി സുഗ്രീവനും പിറക്കുന്നതായിട്ടുള്ള രംഗത്തെ അവിടെ വർണ്ണിക്കുന്നു. അതിനുശേഷം രാവണൻ സനൽകുമാരാദികളിൽ നിന്ന് ഭഗവൽ ചൈതന്യത്തെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാക്കുന്നതായിട്ടുള്ള ആ സംവാദവും ഇന്ന് നമുക്ക് അനുസ്മരിക്കാം. പതിവ് പോലെ ആദ്യം ആ രാമായണ മകരന്ദത്തിൽ ആദ്യം ഇന്ന് രാമായണീയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് ഭാഗങ്ങൾ ആ പ്രഭാഷണ രൂപത്തിലും അനുസ്മരിക്കാം. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. നവരസഭാവങ്ങൾ നന്നായി പഠിക്കുവാൻ നാരായണ ലീല ഓർത്താൽ മതി. നവരസഭാവങ്ങൾ നന്നായി പഠിക്കുവാൻ നാരായണ ലീല ഓർത്താൽ മതി. ശൃംഗാരഭാവത്തെ കണ്ടു പഠിക്കുവാൻ രാധികാകാന്തനെ ഓർത്താൽ മതി. രാധികാകാന്തനെ ഓർത്താൽ മതി. ഭയമെന്ന ഭാവത്തെ അറിയുവാൻ ഭക്തരെ മണ്ണുണ്ടോരുണ്ണിയെ ഓർത്താൽ മതി. ബീഭത്സമെന്നുള്ള ഭാവമറിയുവാൻ നരസിംഹരൂപത്തെ ഓർത്താൽ മതി. നരസിംഹരൂപത്തെ ഓർത്താൽ മതി. അത്ഭുതഭാവത്തെ അറിയുവാനകതാരിൽ അദ്രിയുയർത്തിയതോർത്താൽ മതി. ഹാസ്യത്തെ ചിത്തത്തിൽ ചേർത്തു വച്ചിടുവാൻ വെണ്ണകക്കും രംഗം ഓർത്താൽ മതി. വെണ്ണകക്കും രംഗം ഓർത്താൽ മതി.
തൻ ഭാവത്തെ കരളിൽ നിറയ്ക്കുവാൻ കരിയെ രക്ഷിച്ചതും ഓർത്താൽ മതി. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കരുണ തൻ ഭാവത്തെ കരളിൽ നിറയ്ക്കുവാൻ കരിയെ രക്ഷിച്ചതും ഓർത്താൽ മതി. രൗദ്രമെന്തെന്നതു അറിയണമെങ്കിലോ രാവണ നിഗ്രഹം ഓർത്താൽ മതി. രാവണ നിഗ്രഹം ഓർത്താൽ മതി. വീരരസഭാവം വീക്ഷിച്ചിടാനായി വൈദർഭി കല്യാണം ഓർത്താൽ മതി. ശാന്തരസത്തിൻ്റെ പൂർണ്ണത കാണുവാൻ ഉദ്ധവ സംവാദം ഓർത്താൽ മതി. ഉദ്ധവ സംവാദം ഓർത്താൽ മതി. നവരസഭാവങ്ങൾ നന്നായി പഠിക്കുവാൻ നാരായണ ലീല ഓർത്താൽ മതി. അഖില കലകൾക്കും ഗുരുവായ കണ്ണനെ അകതാരിൽ നിത്യവും ഓർത്താൽ മതി. അകതാരിൽ നിത്യവും ഓർത്താൽ മതി. അകക്കണ്ണാൽ നിത്യവും കണ്ടാൽ മതി. ശ്യാമാ ഹരേ ജയ ശ്യാമാ ഹരേ ജയ ശ്യാമാ ഹരേ ജയ ശ്യാമാ ഹരേ. ശ്യാമാ ഹരേ ജയ ശ്യാമാ ഹരേ ജയ ശ്യാമാ ഹരേ ജയ ശ്യാമാ ഹരേ. ശ്യാമാ ഹരേ ജയ ശ്യാമാ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. രാമ ഹരേ ജയ രാമ ഹരേ. ആത്മാരാമന്റെ വാക്കുകൾ കേട്ടു ആത്മജ്ഞാനി അഗസ്ത്യനും ആനന്ദത്തോടെ ചൊല്ലിനാൻ കഥാസാരത്തിൻ ബാക്കിയെന്ന പോ. പിന്നീടോ ബ്രഹ്മൻ സോദരന്മാരിൽ ഇളയവനോടു ചോദിച്ചു, പറയൂ എന്താണു വേണ്ടതെന്നു നീ, എന്തും നൽകും ഞാൻ നിശ്ചയം. പരമാത്മൻ എൻ്റെ ബുദ്ധിയെപ്പോഴും ധർമ്മമാർഗേ ചരിക്കണം. പരമമായ ഭക്തി എന്നിലോ എന്നെന്നും നിലനിൽക്കണം. പരമാത്മാവാകും ഈശ്വരൻ തൻ്റെ കഥകളെ എന്നും കേൾക്കുവാൻ പരിശുദ്ധമായ ജ്ഞാനമെന്നിലായി ഭഗവാനെ എന്നും ചൊരിയണം. വരമേകി പിന്നെ കുംഭകർണനം രാക്ഷസനോടും ചോദിച്ചു, വരമതു വേണം നിർദേവത്വവും എന്നു മോഹിച്ചു രാക്ഷസൻ. വാണിദേവിയോ വാക്കിൽ കേറി ഞാൻ ചോദിച്ചു, നിദ്രാവത്വവും വർഷത്തിൻ പാതി സുഷുപ്തിയാകുമ വരമായി
കുംഭകർണനും പൗത്രന്മാർക്കേറെ വരമായി എന്നു കേട്ടറിഞ്ഞ സുമാലിയോ പാതാളം വിട്ടു രാവണൻ തൻ്റെ ചാരയെത്തി പറഞ്ഞല്ലോ. പേടിച്ചാണല്ലോ ഞങ്ങൾ ലങ്കയെ കൈയൊഴിഞ്ഞോടിപ്പോയതും, പേടി വേണ്ട ഇനിയൊട്ടും ലങ്ക ആക്രമിക്കുക രാവണ. സോദരൻ വാഴും ലങ്കയെ താനും ആക്രമിക്കുകയില്ലെന്നായി സാദരം ചൊല്ലി രാവണൻ താനും എന്നാലോട്ടുമേ വൈകാതെ ദേവവർഗവും രാക്ഷസന്മാരും നിത്യശത്രുക്കളാണെന്ന വാദമോതി സുമാലിയുമപ്പോൾ യുദ്ധം ചെയ്തല്ലോ രാവണൻ. ലങ്കേശനായ സോദരനെയും ലോകപാലരെയൊക്കെയും ലോകനാഥനാണെന്ന പോലവേ ആക്രമിച്ചല്ലോ രാവണൻ. ലങ്ക വിട്ടൊര വൈശ്രവണനോ ശ്രീമഹേശനെ പൂജിച്ചു. ലക്ഷ്യമേകി മഹാദേവൻ താനും പുത്തനാം ഗൃഹം നിർമ്മിച്ചു. വിശ്വകർമാവു നിർമ്മിച്ചു പുത്തൻ രീതിയിൽ അളകാപുരി. വിസ്മയം കൊണ്ടു കണ്ടവരെല്ലാം നിർമ്മാണത്തിൻ്റെ വൈഭവം. വിശ്വനാഥന്റെ കാരുണ്യത്താലെ വൈശ്രവണനും ശ്രേഷ്ഠനായി വിസ്മയിപ്പിച്ചു. ശക്തിയാൽ സർവലോകവും ലോകരാവണൻ. മായാരൂപിയാം ശൂർപ്പണഖയെ വിദ്യുജ്ജിഹ്വനു നൽകിനാൻ. മാലിനീമയ പുത്രിയെ തൻ്റെ ഭാര്യയാക്കിനാൻ രാവണൻ. ചിത്രജ്വാലയെ കുംഭകർണനും ധർമ്മജ്ഞയാം ശരമയെ വിദ്വാനായ വിഭീഷണൻ വേട്ടു എന്നു ചൊല്ലിനാൻ മാമുനി. മയപുത്രീ മണ്ഡോദരിയോ വൈകാതെ പുത്രനെ പ്രസവിച്ചല്ലോ. മേഘതുല്യമാം ശബ്ദമുണ്ടാക്കി പുത്രനും ജന്മവേളയിൽ. മേഘനാഥൻ താൻ ഇവനെന്നു ചൊല്ലി സർവരാക്ഷസവൃന്ദവും മേഘനാദത്താൽ കുംഭകർണനോ നഷ്ടമായി ഉറക്കവും. കുബേരൻ തന്നൂടെ പുഷ്പകത്തെയും കൈക്കലാക്കിനാൻ രാവണൻ. കൂടുതൽ നേടാൻ സ്വർഗത്തിലെത്തി ഇന്ദ്രനോ പിടികൂടിനാൻ. കേട്ടറിഞ്ഞല്ലോ രാവണപുത്രൻ പെട്ടെന്നെത്തിനാൻ സ്വർഗത്തിൽ. കേമത്തം കാട്ടി കീഴടക്കിനാൻ ഇന്ദ്രനെ ഇന്ദ്രജിത്തുമായി. ബ്രഹ്മാവേത്തി മോചിപ്പിച്ചു മേഘനാഥനിൽ നിന്നും ഇന്ദ്രനെ. ബ്രഹ്മാവേകിനാൻ ധാരാളം വരം ഇന്ദ്രജിത്തിനു സാമോദം. ലോകങ്ങളെയെല്ലാം കീഴടക്കിയ രാവണൻ ഒരു സന്ധ്യയിൽ ലോകവന്ദിതമായ കൈലാസം പൊക്കി അമ്മാനമാടിനാൻ.
വാനരന്മാരാൽ മാനവന്മാരാൽ നിന്റെ നാശം നടന്നിടും. വാക്കുയർത്തിനാൻ ശ്രീനന്ദികേശൻ ശാപമായിട്ടു ഈ വിധം. അർജുന രാജ്യം ആക്രമിച്ചപ്പോൾ തോറ്റുപോയി ഞാൻ രാവണൻ. അച്ഛൻ താനെത്തി മോചിപ്പിച്ചല്ലോ ദുഷ്ടനാം രാവണനെയും. ബാലിയെ കൊല്ലാൻ പോയി എന്നാലും ശക്തനായൊരവാനരൻ വാലിൽ ചേർത്തു പിടിച്ചു കെട്ടിനാൻ കടലിൽ മുക്കി വലച്ചല്ലോ. ബലമില്ല എന്നറിഞ്ഞു രാവണൻ സൗഹൃദത്തിൻ്റെ ഭാഷയിൽ ബാലിയുമായി ചങ്ങാത്തം കൂടി രാക്ഷസേശനായി വാണല്ലോ. ഇത്രയും ശക്തനായ രാവണൻ രാമ നിന്നുടെ ബാണത്താൽ ഇന്നീ ലോകത്തിൽ ഇല്ലാതായല്ലോ. സാക്ഷാലീശ്വരനല്ലോ നീ. ഈ 14 ലോകവും നിന്റെ ദേഹത്തിൻ ഭാഗങ്ങൾ. ഈശനെ നീയും പാലിൽ നെയ്യുപോൽ ലോകമെല്ലാം നിറഞ്ഞവൻ. കണ്ണില്ലാത്തോർക്കു സൂര്യൻ ദൃശ്യനല്ലെന്ന പോലവേ രാമ നീ കൺതുറക്കാത്ത ജീവനും എന്നും ദൃഷ്ടിഗോചരനല്ലല്ലോ. കാരുണ്യമൂർത്തെ നിൻ തിരുമുമ്പിൽ എന്തോ ഞാനും പറഞ്ഞല്ലോ. കാക്കുക നീയും ഞങ്ങളെയെന്നും കാർമുകിൽ വർണ്ണ രാഘവ. രാമരാഘവ രാക്ഷസാന്തക ലക്ഷ്മണാഗ്രജ രക്ഷമാം. രാമരാഘവ രാവണാന്തക ജാനകീപതേ പാഹി മാം. ലക്ഷ്മണാഗ്രജ രക്ഷമാം. രാവണാന്തക പാഹി മാം. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം. രാഘവ ജയ രാഘവ, രാഘവ ജയ രാഘവ. മഹാദേവൻ പാർവതീദേവിക്ക് രാമായണ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. മഹാദേവൻ പറഞ്ഞു, അവിടെ രാവണൻ്റെയും കുംഭകർണൻ്റെയും വിഭീഷണൻ്റെയും ശൂർപ്പണഖയുടെയും ജന്മത്തെക്കുറിച്ച് അഗസ്ത്യ മഹർഷിയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി അയോധ്യാപതി പിന്നീട് പറഞ്ഞു, ലോകത്തിൽ ഭഗവാനെ വാഴ്ത്തിസ്തുതിക്കുക. അനന്യകത്വാൽ മൽകീർത്തനം ജഗതി പാപഹരം നിബോധ. എന്നെ വാഴ്ത്തിസ്തുതിക്കുക മാത്രമാണ് ലോകത്തിലുള്ള പാപങ്ങൾക്ക് പരിഹാരമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പിന്നീട് ആ രാക്ഷസന്മാരുടെ ആവിർഭാവത്തെക്കുറിച്ചുള്ള കഥ പറഞ്ഞ അഗസ്ത്യ മഹർഷി അവരുടെ രാജ്യസ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ ധനപതിയായിരിക്കുന്ന ആ കുബേരൻ പുഷ്പവിമാനത്തിൽ അച്ഛനെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അങ്ങനെ മഹാതേജസ്വിയായ ധനവാനായ കാന്തിമാനായ കുബേരനെ കണ്ടപ്പോൾ കൈകസി, രാക്ഷസിയാണ്, രാവണൻ്റെ അമ്മയാണ്, കൈകസി രാവണൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഇതാ നോക്കൂ, ഇങ്ങനെയാണ് കുട്ടികളായി കഴിഞ്ഞാൽ, അല്ലേ, നമ്മുടെ കാലത്ത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയും, വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ആവണം. അപ്പോൾ പറഞ്ഞു, നീയും യഥാ ഏവം ഭൂയ തഥാ യത്നം ഗുരു, അവനെപ്പോലെ ആകാൻ നീയും ശ്രമിക്കണം. രാവണൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, നോക്കിക്കോളൂ, ഞാൻ ആ കുബേരന് സമനോ അല്ലെങ്കിൽ വാ അപി അധിക ഹിവാ ഭവിഷ്യാമി, ഞാൻ അവനേക്കാൾ മികച്ചവനായിത്തീരും. അപ്പം അതിന് എന്തു വേണം? തപസ് ചെയ്യണം എന്ന് തീർച്ചപ്പെടുത്തി
അവിടെ ഇഷ്ടലാഭ സിദ്ധി വേണം എന്ന് വിചാരിച്ചുകൊണ്ട് തപസ് ചെയ്യാനായിട്ട് പോയി. അതിഗംഭീരമായിട്ടുള്ള തപസ്സാണ്. സത്യധർമ്മങ്ങളിൽ നിഷ്ഠയുള്ള ധർമാത്മാവായ വിഭീഷണനും അതേപോലെ രാവണ കുംഭകർണന്മാരും അതിഗംഭീരമായിട്ടുള്ള തപസ് അവിടെ ഉണ്ടായി എന്നാണ്. 10 തലകളുള്ള രാവണൻ ഓരോ 1000 വർഷം പൂർത്തിയാവുമ്പോഴും ഒരു തല തീയിലേക്ക് ഹോമിക്കാൻ തുടങ്ങി. അങ്ങനെ 10,000 വർഷം തികയുമ്പോൾ 10ാമത്തെ ശിരസ് ഛേദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത്. രാവണ, പ്രീതോസ്മി, ഞാൻ പ്രീതനായിക്കഴിഞ്ഞു. എന്താ വേണ്ടത് നിനക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്നത് മുഴുവൻ ഞാൻ തരാം. ഞാൻ വരദനാണ്, വരം തരാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങ് വരം തരുന്നു എങ്കിൽ യതിദാസ്യസ്യ അഭിമതാൻ വരാൻ മേ വരദോത്തമ എന്ന് ഭാഗവതത്തിൽ ഹിരണ്യകശിപുവിൻ്റെ വരയാചനത്തിന് സമയത്തും കാണാം. അതേ ഹിരണ്യകശിപു ഇപ്പോൾ രാവണനായി വന്നപ്പോൾ പറഞ്ഞു, ഈശാ ഭവാൻ യതിമേ വരദ അമരത്വം വൃണോമി. എനിക്ക് എന്ത് വേണം? അമരത്വം വേണം. പക്ഷികൾ, നാഗങ്ങൾ, യക്ഷന്മാർ, ദേവന്മാർ, അസുരന്മാർ ഇവരെ കൊണ്ടൊന്നും എനിക്ക് വധം ഉണ്ടാവരുത്. അപ്പോൾ പറഞ്ഞു, അമരനാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് അമരത്വം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, മനുഷ്യരൊഴിച്ച് ആർക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത്. മനുഷ്യരെന്ന് പറഞ്ഞാൽ മാനുഷാഹ തൃണഭൂതാഹി, അവരൊക്കെ വെറും പുല്ല് സമം, എനിക്ക് തൃണസമമാണ് അവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ തഥാസ്തു എന്നും പറഞ്ഞ് അവിടുന്ന് ബ്രഹ്മാവ് പറഞ്ഞു, ഏതായാലും നിൻ്റെ ആ നഷ്ടപ്പെട്ട തലകളൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതിനുശേഷം പ്രജാപതി വിഭീഷണൻ്റെ അടുത്താണ് പിന്നീട് ചോദിച്ചത്, വിഭീഷണ, നീ ഈ തപസ് ചെയ്യേണ്ടത് എനിക്കറിയാം, ധർമാർത്ഥമായിട്ടാണ്. അതുകൊണ്ട് എന്താ നിനക്ക് വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദേവമേ സർവദാ ബുദ്ധിർ ധർമ്മേ തിഷ്ഠതു ശാശ്വതി മാരോചയത്വധർമ്മം മേ ബുദ്ധി സർവത്ര സർവദാ. എൻ്റെ ബുദ്ധി അചഞ്ചലമായി ധർമ്മത്തിൽ നിലകൊള്ളണം. എൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും അധർമ്മം അതിനെ പ്രാപിക്കാൻ മോഹമുണ്ടാവരുത്. അത് വലിയൊരു അരോചകം ആയിട്ട് തീരണം. അതിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി, നീ ധർമാത്മാവാണ്, നീ ആഗ്രഹിച്ചതുപോലെ ആയിത്തീരുന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. നിനക്ക് ഞാൻ അമരത്വം തരുന്നുണ്ട്. കുംഭകർണനോട് ചോദിച്ചു, കുംഭകർണ, നിനക്ക് എന്താ വേണ്ടത്? അപ്പോഴാണ് വാണ്യാവ്യാപ്ത കുംഭകർണ, സരസ്വതീദേവി, തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഓരോരുത്തർക്ക് വരം കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കുംഭകർണൻ ഇപ്പോൾ എന്താ ചോദിക്കാൻ പോണത്? നിർദ്ദേവത്വം വേണമെന്നാണ് ചോദിക്കാൻ പോണത്. എങ്കിൽ ആ നിർദ്ദേവത്വം ഒന്ന് മാറ്റാം എന്ന് തീർച്ചപ്പെടുത്തി സരസ്വതീദേവി നാവിൽ വിളയാടിയപ്പോൾ നിർദ്ദേവത്വം പോയി നിദ്രാവത്വം വന്നു എന്നാണ്. ഏതായാലും 6 മാസം ഉറക്കം, 6 മാസം ഉണർന്നിരിക്കുക, അങ്ങനെ ഒരു നിലയിലേക്ക് അനുഗ്രഹിച്ചു ബ്രഹ്മാവ് എന്ന് പറയുന്നു. സരസ്വതീദേവി ഭർത്താവ് അവിടെ എത്തുന്നതിന് മുമ്പ് അവിടേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. കുംഭകർണൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോലുമില്ല, എന്നിട്ട് എന്താ എൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെ വന്നത്? അഹോ വിധി, ഇത് വിധിയാവും എന്ന് അദ്ദേഹം സമാധാനിക്കുകയും ചെയ്തു. തൻ്റെ ആ കുട്ടികൾ പൗത്രന്മാർ കേമന്മാരായി രാക്ഷസന്മാർക്ക് വരം ലഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ പ്രഹസ്തൻ തുടങ്ങിയ മന്ത്രിമാരോടുകൂടി സുമാലി പാതാളത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നു, രാവണനെ മാറോട് ചേർത്തു. ഏതായാലും ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ നിനക്ക് സാധിച്ചുല്ലോ, നന്നായി. ഞങ്ങൾ ലങ്ക വിട്ട് പാതാളത്തിലേക്ക് പോയത് എന്താണെന്നറിയോ? വിഷ്ണുവിനെ കൊണ്ടുള്ള ഭയം, അതായിരുന്നു ഞങ്ങൾക്ക് പ്രധാന പ്രശ്നം. ഈ ലങ്കയിൽ നമ്മളാണ് താമസിച്ചിരുന്നത് രാവണ. ഇപ്പോൾ നിൻ്റെ സഹോദരനായ കുബേരൻ കീഴടക്കിയ ലങ്ക ഏതെങ്കിലും ഒരു രീതിയിൽ സാമം, ദാനം, ഭേദം, ദണ്ഡം ഇത് 4 കുഴപ്പമില്ല, പറഞ്ഞിട്ട് മനസ്സിലാവില്ലെങ്കിൽ അടിച്ചൊതുക്കണം, അവനെ ബലം കൊണ്ട് പിടിച്ചെടുക്കണം. സഹോദര സ്നേഹം എന്ന് വിചാരിച്ച് അതിനൊന്നും മടിക്കേണ്ടതില്ല. അപ്പോൾ രാവണൻ പറഞ്ഞു, അത് ശരിയല്ല, എൻ്റെ ഏട്ടനാണ് കുബേരൻ. അപ്പോൾ പ്രഹസ്തനാണ് രാവണനോട് പറഞ്ഞത്, അല്ലയോ ആ രാക്ഷസേശ്വര, അവിടുന്ന് ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം രാജധർമ്മങ്ങളും നീതിശാസ്ത്രവും വേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ശൂരന്മാരായിട്ടുള്ള ആളുകൾക്ക് ശൂരാണാം സൗഭ്രാത്രം നഹി, സോദര ബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്കണം. കശ്യപൻ്റെ പുത്രന്മാരായിരിക്കുന്ന ദേവാസുരന്മാർ അതീവ ശക്തിശാലികളായിരുന്നു, സഹോദരന്മാരാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തമ്മിൽ എന്നും കലഹമാണ്, ദേവന്മാരും അസുരന്മാരും തമ്മിൽ. അതുകൊണ്ട് ഇപ്പോൾ ദേവന്മാരോട് നമുക്കുള്ള ഈ ശത്രുത രാവണ നീ വന്നതുകൊണ്ടുണ്ടായതല്ല, എത്രയോ കാലം മുമ്പുള്ളതാണ്.
പ്രഹസ്തൻ്റെ വാക്ക് കേട്ടപ്പോൾ രാവണൻ പറഞ്ഞു എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ആ പ്രഹസ്തനെ ദൂതനായി നിയോഗിച്ച് കുബേരനെ ബലം പ്രയോഗിച്ച് അവിടുന്ന് പുറത്താക്കി ലങ്ക ആക്രമിച്ച് കീഴടക്കി അവിടെ താമസിക്കുന്നു. കുബേരൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മംഗളമുണ്ടാവാൻ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം, ആ ശിവൻ്റെ പാദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ കൈലാസ ശിഖരത്തിലെത്തി കൈലാസേശ്വരനായ ആ ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ച് തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. മഹാദേവൻ വിശ്വകർമാവിനാൽ അതിമനോഹരമായിരിക്കുന്ന ഒരു മന്ദിരം ഈ കുബേരനായിട്ട് നിർമ്മിച്ചു കൊടുത്തു. അതാണ് അളകാപുരി എന്ന് പറയുന്നത്. അവിടെ ആ കുബേരൻ ആ കൈലാസത്തിൻ്റെ ദിക്പാലകനായിട്ട് അവിടെ നിൽക്കുകയും ചെയ്തു എന്ന് പറയുന്നു. രാവണൻ അനുജന്മാരോടുകൂടി അവിടെ രാക്ഷസേശ്വരനായിട്ട് വാഴുന്നു. 3 ലോകത്തെയും പീഡിപ്പിക്കലാണ് രാവണൻ്റെ പ്രധാനമായിട്ടുള്ള ആ ഇഷ്ടവിനോദം എന്ന് പറഞ്ഞാൽ. ഈ സമയത്ത് ഭീകരസ്വരൂപിണിയായ കാമരൂപിണിയാണ് ശൂർപ്പണഖ. രാമൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അതിസുന്ദരിയായിട്ട് മാറി എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാലഘഞ്ചകുലം എന്ന് പറഞ്ഞ കുലത്തിൽ വിദ്യുജ്ജിഹ്വൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ ശൂർപ്പണഖയെ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഇനി തനിക്ക് വിവാഹം ചെയ്യാം, ആരാ വേണ്ടത് എന്നാലോചിച്ചു. എങ്കിൽ ആ മയൻ്റെ പുത്രിയായിരിക്കുന്ന ലോകസുന്ദരിയായിരിക്കുന്ന മണ്ഡോദരി എന്നും മന്ദോദരി എന്നും ഒക്കെ വിളിക്കുന്ന ആ വനിതാരത്നത്തെ, ആ സ്ത്രീരത്നത്തെ സ്വീകരിക്കാം എന്ന് തീർച്ചപ്പെടുത്തി. സ്ത്രീധനായിട്ട് ഒരിക്കലും പിഴയ്ക്കാത്ത ശക്തി എന്ന ആയുധവും അവിടെ മയൻ രാവണന് സമ്മാനിച്ചു. അങ്ങയുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രയോഗിക്കുക, അത് വരത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തത്. അത് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് വൈരോചനൻ്റെ പൗത്രിയായിരിക്കുന്ന മകളുടെ മകളായ വൃത്രജ്വാല എന്ന് അറിയപ്പെടുന്ന ആ സ്ത്രീയെ കുംഭകർണനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പിന്നെ ശൈലൂഷൻ്റെ മകളായിരിക്കുന്ന സർവലക്ഷണ സമ്പന്നയായ ധർമ്മജ്ഞയായ എങ്ങനെയാണോ വിഭീഷണൻ അതേപോലെ തന്നെയുള്ള സരമയെ വിഭീഷണനും വിവാഹം ചെയ്തു. മണ്ഡോദരി ഒരു പുത്രന് ജന്മം കൊടുത്തു എന്നാണ്. മേഘനാഥൻ എന്നാണ് ആ പുത്രന് പേര്. എന്താ അങ്ങനെ പേര് വരാൻ കാരണം എന്നാണെങ്കിൽ, പിറന്ന ആദ്യം ആ ശബ്ദം അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ മേഘഗർജനം പോലെ തോന്നിയെന്നാണ്. അയം മേഘനാഥ, ഇത് മേഘനാഥൻ തന്നെ എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ പിന്നെ മേഘനാഥൻ എന്ന് തന്നെ പേരിടാമെന്നും തീർച്ചപ്പെടുത്തി. കുംഭകർണൻ വലിയ ബുദ്ധിമുട്ടായി. മേഘനാഥൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉറക്കത്തിലാവുന്ന കുംഭകർണൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരുക. അപ്പോൾ രാവണനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് പറ്റിയ വിസ്താരമുള്ളൊരു ഗുഹ ഉണ്ടാക്കി തരണം, അതിൻ്റെ വാതിലൊക്കെ അടച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നോളാം, ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. കുംഭകർണൻ അവിടെ സുഷുവാപ ഉറങ്ങാനായിട്ട് തുടങ്ങി എന്നും പറയുന്നു. ലോകകണ്ഠകനായിരിക്കുന്ന രാവണൻ ഈ സമയത്ത് ബ്രാഹ്മണര്, ഋഷീശ്വരന്മാര്, ദേവദാനവ കിന്നരന്മാര്, മഹാസർപ്പങ്ങള്, മനുഷ്യര് ഇവരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ദേവന്മാരുടെ സമ്പത്ത് താറുമാറാക്കി. കുബേരൻ പറഞ്ഞു നോക്കി, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ രാവണൻ സമ്മതിച്ചില്ല. രാവണൻ ആ കുബേരനെ അടിച്ചോടിച്ച് പുഷ്പവിമാനം സ്വന്താക്കി. യമനെയും വരുണനെയും സമരത്തിൽ തോൽപ്പിച്ച് ഇന്ദ്രനെ കൂടി പിടികൂടണം തീർച്ചപ്പെടുത്തി സ്വർഗത്തിലേക്ക് ചെന്നു. ദേവേന്ദ്രനും രാവണനും കൂടി അതിഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ദേവേന്ദ്രൻ രാവണനെ പിടിച്ചു കെട്ടിയിടുകയും ചെയ്തു. ഉണ്ണിയായ മേഘനാഥൻ വിവരം അറിഞ്ഞു. അച്ഛൻ സ്വർഗത്തിൽ ബന്ധനസ്ഥനായി കിടക്കുകയാണ് എന്ന് വിചാരിച്ച് അവിടുന്ന് സ്വർഗലോകത്തിലേക്ക് എത്തി ദേവശ്രേഷ്ഠന്മാരെ തോൽപ്പിച്ച് ഇന്ദ്രനെ പിടിച്ചുകെട്ടി അച്ഛനെ മോചിപ്പിച്ചു. അങ്ങനെ മേഘനാഥൻ ഇന്ദ്രജിത്ത് ആയി, ഇന്ദ്രനെ തോൽപ്പിച്ചവനായി മാറി. ബ്രഹ്മാവ് എന്നാണ് മേഘനാഥനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ദേവേന്ദ്രനെ മോചിപ്പിച്ചത്. ഒരുപാട് വരങ്ങളും കൊടുത്തു. ബ്രഹ്മാവ് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ സകല ലോകങ്ങളും കീഴടക്കി വിജയിച്ച രാവണൻ ഒരിക്കൽ കൈലാസം എടുത്ത് അമ്മാനാടാൻ തുടങ്ങി. മഹാദേവൻ അതിനൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ നന്ദികേശ്വരൻ അതൊട്ടും സഹിച്ചില്ല. നന്ദികേശ്വരൻ പറഞ്ഞു, നീയ് ഈ കുരങ്ങൻ്റെ സ്വഭാവം കാണിക്കുകയാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ കുരങ്ങന്മാരെ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് വാനരെയും മാനുഷയിച്ച
ഏവ നാശം ഗച്ഛേത്, നിനക്ക് നാശമുണ്ടാവും എന്ന് ശപിച്ചു. അതിനെയൊക്കെ ആ കണക്കിലെടുക്കാതെ രാവണൻ അവിടുന്ന് പിന്നീട് പോയത് ഹേഹയ രാജ്യത്തേക്കാണ്. ആ ഹേഹയ രാജ്യത്തിൻ്റെ നേതാവ് രാജാവാര കാർത്തവീര്യാർജുനൻ. കാർത്തവീര്യാർജുനനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയ രാവണനെ കാർത്തവീര്യാർജുനൻ പിടിച്ചു കെട്ടി. അവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ പിടിച്ചു കെട്ടിയിട്ടിട്ടുണ്ട് ഈ രാവണനെ. അങ്ങനെ പിടിച്ചു കെട്ടിയിട്ടു. പിന്നീട് പുലസ്ത്യൻ തന്നെ നേരിട്ട് ചെന്നാണ് രാവണനെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്. പിന്നീട് ബാലിയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഒരുപാട് തോൽവികൾ സംഭവിച്ചിട്ടുണ്ട് ഈ രാവണന്. നാരദനാണ് പറഞ്ഞത്, അങ്ങക്ക് യോജിച്ച ആള് ബാലിയാണെന്ന് പറഞ്ഞു അത്രേ. എവിടെയാ ബാലി ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സമുദ്രതീരത്ത് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാരദനും ഒരുമിച്ച് ചെന്നു കഴിഞ്ഞപ്പോൾ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാലൊക്കെ ഇങ്ങനെ നീട്ടിയിട്ടിട്ടുണ്ട്. നാരദൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ആ വാലും ഇങ്ങോട്ട് പിടിച്ചോളൂ, അപ്പം കാര്യമൊക്കെ ഭംഗിയാവുന്നതാണ്. എങ്കിൽ വാലിൽ പിടിക്കാമെന്ന് വിചാരിച്ചു രാവണൻ വാലുമ്മ അങ്ങോട്ട് കയറി പിടിച്ചു. അതേ ഓർമ്മയുള്ളൂ. ബാലി എന്ത് ചെയ്തു, വാലൊന്നങ്ങോട്ട് ചുരുട്ടി. വാല് ചുരുട്ടുക മാത്രമല്ല, ആ വാല് ഇടയ്ക്കിടയ്ക്ക് സമുദ്രത്തിലൊന്ന് മുക്കിയെടുക്കാൻ തുടങ്ങി. വാലിൻ്റെ ഉള്ളിൽ പെട്ടു രാവണൻ. എത്ര കാലം കിടന്നൊന്നും ഇഷ്ടമില്ല. അങ്ങനെ ആ ബാലി 4 കടലിലും കറക്കിയിട്ടാണ് രാവണനെ പിന്നീട് വിട്ടയച്ചത് എന്നാണ്. ചതുര സമുദ്രാൻ ഭ്രാമയിത്വ രാവണം ഹരി വിസർജയാമാസ. ഹരി എന്ന ശബ്ദത്തിന് കുരങ്ങൻ എന്നുകൂടി അർത്ഥമുണ്ട്. അതാണ് അവിടെ പറയണത്. അങ്ങനെ ആ ബാലി രാവണനെ പിന്നീട് വിട്ടയച്ചു. രാവണൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനിയൊരു തല്ലൂട്ടം വേണ്ട, നമുക്ക് സഖ്യമാവാം എന്ന് പറഞ്ഞു. ഇത് ഒരു സൂത്രമാണ് അല്ലേ? നമ്മളെക്കാൾ ശക്തിയുള്ള ആളുകളുമായിട്ട് സഖ്യം കൂടുക, അതാണ് നല്ലത്. ഇങ്ങനെ രാവണൻ ലോകങ്ങളെ മുഴുവൻ അടിമപ്പെടുത്തി ലോകഭോഗങ്ങളെ സ്വയമേവ ഭുജിച്ചു. അപ്പോൾ രാമനോട് അഗസ്ത്യൻ പറയുകയാണ്, മേഘനാഥനോട് കൂടിയ രാവണൻ ഇത്ര പ്രഭാവശാലിയാണ്, ആ രാവണനെ അങ്ങ് സമരത്തിൽ നിഗ്രഹിച്ചു. ലക്ഷ്മണനാൽ മേഘനാഥനും ഇല്ലാതെയായി. കുംഭകർണനെയും അവിടുന്ന് തന്നെ കൊന്നു. അപ്പോൾ അവിടുന്ന് ആരാ? ഭവാൻ നാരായണ സാക്ഷാൽ ജഗദാമാദികൃൽ വിഭു ത്വൽസ്വരൂപമിതം സർവം ജഗൽ സ്ഥാവരജംഗമം ത്വന്നാഭികമലോൽപ്പന്നോ ബ്രഹ്മാലോകപിതാമഹ അഗ്നിസ്തേ മുഖതോ ജാതോ വാചാ സഹരഘുത്തമ. പിന്നീട് അഗസ്ത്യൻ്റെ സ്തുതിയാണ്. അവിടുന്ന് ആരാണ്? ഭവാൻ നാരായണ സാക്ഷാൽ. അവിടുന്ന് സാക്ഷാൽ നാരായണൻ തന്നെയാണ്. സ്ഥാവരജംഗമമായിരിക്കുന്ന ഈ ലോകം മുഴുവൻ അവിടുത്തെ സ്വരൂപമാണ്. അവിടുത്തെ നാഭീകമലത്തിൽ നിന്നാണ് ബ്രഹ്മാവുണ്ടായത്. അഗ്നി വാക്കോടുകൂടി അവിടുത്തെ മുഖത്ത് നിന്നാണ് ജനിച്ചത്. അവിടുത്തെ തൃക്കൈകളിൽ നിന്നാണ് ലോകപാലന്മാർ, മിഴികളിൽ നിന്നാണ് ചന്ദ്രസൂര്യന്മാർ, അവിടുത്തെ കാതുകളിൽ നിന്നാണ് ദിശകളും വിദിശകളും ഉണ്ടായത്, മൂക്കിൽ നിന്നാണ് പ്രാണനുണ്ടായത്. ദേവസത്തവന്മാരായിരിക്കുന്ന അശ്വിനി കുമാരന്മാരും മൂക്കിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ്. തുട, കാൽമുട്ട്, ജഘനം എന്നിവയിൽ നിന്ന് ആ ഭൂഭുവാദി ലോകങ്ങളൊക്കെ ആവിർഭവിച്ചു. അവിടുത്തെ വയറ്റിൽ നിന്നാണ് 4 സാഗരങ്ങൾ ഉണ്ടായത്. ഇന്ദ്രവരുണന്മാർ സ്ഥലങ്ങളിൽ നിന്നും വീര്യത്തിൽ നിന്ന് ബാലഖില്യാദി ഋഷീശ്വരന്മാരും, അല്ലെ 60,000 വരുന്ന ഋഷീശ്വരന്മാരാണ് ബാലഖില്യന്മാർ. സൂര്യന് അഭിമുഖമായി നിന്ന് സൂര്യനെ സ്തുതിച്ചുകൊണ്ട് സദാ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. വേദമന്ത്രങ്ങളെ കൊണ്ട് സൂര്യനെ സ്തുതിക്കുന്ന ആളുകൾ. പിന്നെ അവിടുത്തെ ലിംഗത്തിൽ നിന്ന് യമനും, ഗുദത്തിൽ നിന്ന് മൃത്യുവും, രോഷത്തിൽ നിന്ന് രുദ്രനും, അസ്ഥികളിൽ നിന്ന് ഗിരിനിരകളും, മുടികളിൽ നിന്ന് മേഘക്കൂട്ടങ്ങളും, രോമത്തിൽ നിന്ന് സസ്യങ്ങളും, നഖത്തിൽ നിന്ന് കഴുതാ മുതലായവയും ഉണ്ടായി. അവിടുന്ന് പരമപുരുഷനാണ് ഭഗവാനെ. മായാശക്തി സമന്വിത വിശ്വരൂപ പുരുഷത്വം. അപ്പം എല്ലാം അവിടുത്തേൽ നിന്നുണ്ടായതാണ്. പ്രകൃതിയുടെ ഗുണങ്ങളുമായി ചേർന്ന് നിലകൊള്ളുന്നതുകൊണ്ട് അവിടുന്ന് പല രൂപത്തിൽ തെളിഞ്ഞു കാണുന്നു. അവിടുത്തെ ആശ്രയിച്ചാണ് ദേവന്മാർ യാഗത്തിൽ അമൃതപാനം, സോമപാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിബുധ അധ്വരെ അമൃതം പിബന്തി. ഈ ലോകം മുഴുവനും അവിടുത്തെ നിർമ്മിതിയാണ്. സ്ഥാവരജംഗമങ്ങളൊക്കെ അവിടുത്തെ ആശ്രയിച്ചു ജീവിക്കണു. അപ്പോൾ ഏതുപോലെ ക്ഷീരമധ്യഗതം സർപ്പി, പാലിൽ എങ്ങനെയാണോ നെയ്യ് അടങ്ങിയിരിക്കുന്നത്, അത് പാലിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് പോലെ വ്യവഹാരദശയിൽ പോലും അഖില വസ്തുക്കളിലും അവിടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സൂര്യാദികൾ അവിടുത്തെ പ്രഭ കൊണ്ടാണ് പ്രകാശിക്കുന്നത്. അല്ലാതെ സൂര്യാദിയാൽ അവിടുന്ന് പ്രകാശിക്കുകയല്ല ചെയ്യണത്. അവിടുന്ന് ഏകനാണ്.
ത്വം ജ്ഞാനചക്ഷു വിലോകയൽ. അവിടുത്തെ ആർക്ക് കാണാൻ സാധിക്കും? ജ്ഞാനത്തിൻ്റെ കണ്ണുള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കണ്ണില്ലാത്തവന് സൂര്യനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവന് കാണാൻ സാധിക്കില്ല. ജ്ഞാനക്കണ്ണില്ലാത്ത ആളുകൾക്ക് ഭഗവാനെയും കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ വേദവാണികളിലൂടെ പരമേശ്വരനായ അവിടുത്തെ യോഗികൾ രാപ്പകൽ ഭേദമില്ലാതെ സകല സമയത്തും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. യോഗികൾക്ക് അവിടുത്തെ പാദഭക്തി കുറച്ചെങ്കിലും നേടാനായി കഴിഞ്ഞാൽ അവിടുത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഭഗവാനെ, അവിടുത്തെ മുമ്പിൽ സർവജ്ഞസ്യ തവ അഗ്രത, എല്ലാം അറിയുന്ന അവിടുത്തെ മുമ്പിൽ ഞാൻ കഥ പറഞ്ഞു ഇല്ലേ? അത് കഥയാണോ കഥയില്ലായ്മയാണോ നിശ്ചയില്ല. അവിടുന്ന് ക്ഷമിക്കണം. കാരണം അവിടുത്തെ അനുഗ്രഹം അത് അടിയന് വേണ്ടോളം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കണത്. അപ്പോൾ ദിഗ്ദേശകാലപരിഹീനമനന്യമേകം ചിന്മാത്രമക്ഷരമജം ചലനാദിഹീനം സർവജ്ഞമീശ്വരമനന്തഗുണം വ്യുതസ്തന്മായാം ഭജേ രഘുപതിം ഭജതാമഭിന്നം. ദിഗ്ദേശകാലഭേദങ്ങളില്ലാത്ത കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം അല്ലേ? മേൽപ്പത്തൂർ പറയുന്ന ആ കൃഷ്ണസ്തുതി ഇവിടെ രാമനും ഗംഭീരമായിട്ട് ചേർത്ത് പറയുകയാണ് അഗസ്ത്യ മഹർഷി. അപ്പോൾ ജനനമില്ലാത്ത ചലനമില്ലാത്ത സർവജ്ഞനായ അനന്തഗുണപ്രഭാവനായ മായാരഹിതനായ ഭക്തർക്ക് അഭിന്നനായ രഘുപതിയെ ഞാനിതാ ഭജിക്കണു. ഭജേ രഘുപതിം ഭജതാമഭിന്നം. ഭക്തന്മാരെന്നൊരു വ്യത്യാസമില്ല അവിടുന്ന്. അങ്ങനെയുള്ള ഭക്തവത്സരനായ അവിടുത്തെ ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞും കൊണ്ടാണ് ആ സർഗം അവിടെ ഉപസംഹരിക്കുന്നത്. ഇനി മൂന്നാമത്തെ സർഗം ബാലിസുഗ്രീവന്മാരുടെ പൂർവ്വചരിത്രം. രാവണൻ സനൽകുമാരനുമായിട്ട് നടത്തുന്ന സംവാദം, സനൽകുമാരൻ്റെ ഉപദേശം തുടങ്ങിയവയാണ് അടുത്ത സർഗത്തിൽ നമ്മൾ കേൾക്കാൻ പോണത്. അതിനു മുമ്പായി ശ്രീമദ് രാമായണീയം പാരായണം ചെയ്യാം. അതിനുശേഷം പ്രഭാഷണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കിഷ്കിന്ധയിലെ ബാലി സുഗ്രീവർ തൻ ജന്മത്തെ കുറിച്ചെല്ലാം കരുണയോടെ പറയണേ നിങ്ങൾ രാമനേവം പറഞ്ഞപ്പോൾ. കാരുണ്യരൂപൻ തന്നോടെ മാനവരൂപം കണ്ടിട്ടു കുംഭസംഭവൻ ചൊല്ലിനാനേവം ജന്മത്തിൻ്റെ രഹസ്യത്തെ. മേരുപർവ്വതത്തിൻ്റെ മേലയായി മേഘം മുട്ടിടും പോലവേ മേന്മയേറിയ സ്ഥാനമുണ്ടല്ലോ നാൻമുഖന്റെ സഭാതലം. മേഘവർണ്ണനെ ധ്യാനിക്കും നേരം നാൻമുഖന്റെ കണ്ണിൽ നിന്നും മേഘവർഷം പോൽ കണ്ണീരുണ്ടായി ഭൂവിലേക്കതു വീഴ്ത്തിനാൻ. അശ്രുബിന്ദുവിൽ നിന്നുമുണ്ടായി അത്ഭുതരൂപൻ വാനരൻ. അവനോടോദിനൻ ബ്രഹ്മദേവൻ ഉടനെ എത്തുകയൻ ചാരേ. അവനെത്തി പിന്നെ നാൻമുഖനത്തു വാണിടുന്നൊരു കാലത്ത് അത്യന്തം ഭംഗിയുള്ളതാം ഒരു കുളമതു കണ്ടു വാനരൻ. ജലമതിൽ കണ്ടു തൻ്റെ ഛായയെ മറ്റൊരു കവി എന്ന പോൽ ജലമതിലേക്കു ചാടിനാൻ അവൻ പിന്നെ കയറി കരയിലും. ജലമതിന്മ കൊണ്ടു വാനരൻ സുന്ദരിയായ സ്ത്രീയായി. ജലജനേത്രയം അവളെ കണ്ടപ്പോൾ ശക്രകാമമുണർന്നല്ലോ. ഇന്ദ്രവീര്യത്താൽ അവിടെയുണ്ടായി ബാലി എന്നൊരവാനരൻ. ഇതിനിടെയെത്തി സൂര്യദേവനും ഇന്ദ്രനെ പോലെ മോഹിച്ചു. ഇവിടെയുണ്ടായി സുഗ്രീവൻ താനും സൂര്യപുത്രനായി. അന്നേരം ഇരുവരുമൊത്ത സുന്ദരിയവൾ ഒട്ടും വൈകാതുറക്കമായി. പിറ്റെന്നോ അവൾ വാനരാകൃതിയായി എന്നതും അത്ഭുതം. പിന്നെ എത്തിയവനും ബ്രഹ്മാവിൻ ചാരയായി സ്തുതി ചെയ്തല്ലോ. ബ്രഹ്മദേവന്റെ നിർദ്ദേശത്താലെ ഭൂമി തന്നിലണഞ്ഞല്ലോ. ബ്രഹ്മേശൻ രാമനായി എത്തിടും എന്നും ചൊല്ലിന നാൻമുഖൻ. ഭൂമി തന്നിലോ കിഷ്കിന്ധയുടെ രാജാവായി കബീവരൻ. ഭൂമി ജാപതി ദേവനെ ഗണ സേവനം ചൊല്ലി ബ്രഹ്മനും. സുരേന്ദ്രനം രാഘവ ഒരു കഥയെ ചൊല്ലിടം ഞാനിപ്പോൾ. ഭൂമിപുത്രിയെ രാവണൻ പണ്ടു കട്ടെടുത്തതിൻ കാരണം.
ബ്രഹ്മപുത്രൻ സനൽകുമാരന്റെ ചാരത്തെത്തിനൻ രാവണൻ. ബ്രഹ്മതത്വത്തെ ചോദിച്ചു ലോക സൃഷ്ടാവാരെന്ന സംശയം. ദേവന്മാർക്കെല്ലാം ദേവനാരാണ്, യോഗികൾ ആരെ ധ്യാനിപ്പൂ. ദേവപൂജിതനായ സദ്ഗുരു ഉത്തരങ്ങളെ നൽകണേ. രാക്ഷസവാണി കേട്ട നേരത്തോ ബ്രഹ്മപുത്രനും ചൊല്ലിന, രക്ഷകനായ അവ്യയൻ സാക്ഷ ശ്രീഹരി എന്നും ഓർക്കുക. ആരിൽ നിന്നാണോ ബ്രഹ്മദേവനും ജാതനായതുമാരാണോ, ആദിമധ്യാന്തമില്ലാതെ നിത്യം സത്യമായി ഇരിപ്പതും. ധ്യാനയോഗത്താൽ മാമുനിമാരോ യാതൊരു നാമം ചൊല്ലുന്നു. ധീരന്മാരവർ തൻ്റെ ലീലകൾ നിത്യവും കേട്ടിടുന്നല്ലോ. ദേവന്മാരാൽ മരിച്ചിടുന്നവൻ സ്വർഗത്തിലെത്തും എന്നാലോ. ദേവദേവനം വിഷ്ണു കൊല്ലുകിൽ വൈകുണ്ഠം നേടും നിശ്ചയം. വിഷ്ണുവിൻ കയ്യാൽ കൊല്ലപ്പെട്ടാലോ ജന്മമില്ലെന്നും ഓർക്കുക. വിഷ്ണു താൻ സാക്ഷാൽ ലോകരക്ഷകൻ, രാവണാലോകരാക്ഷസ. വിഷ്ണുവിനെ ഞാൻ നേരിടുമെന്നുറച്ചുവല്ലോ ആ രാക്ഷസൻ. വിശ്വമൊക്കെ ഞാൻ കീഴടക്കിടും, വിഷ്ണുവിൻ ചേരും നിശ്ചയം. രാവണചിത കണ്ടു മാമുനി പിന്നീടേവം പറഞ്ഞല്ലോ. രാവണലോകത്തെല്ലാമേ ഹരിയാണെന്നും നീ അറിയുക. ബ്രഹ്മനും പിന്നെ രുദ്രനും ദേവദേവനും പിന്നെ അഗ്നിയും. ബ്രഹ്മമൊക്കെയും വിഷ്ണു താൻ, വിഷ്ണുവല്ലാതെ ആയില്ല ഒന്നുമേ. സൂര്യനും ചന്ദ്രനക്ഷത്രങ്ങളും സാഗരങ്ങളും പർവ്വതം, സൂക്ഷ്മമായതും രാത്രിയും പിന്നെ പകലുമെല്ലാം ഹരി തന്നെ. ജ്വലിക്കുന്നു അവൻ, രക്ഷിച്ചിടുന്നു, ഭക്ഷിക്കുന്നവൻ ലോകത്തിൽ. ലീലയാടുന്നു മാനവനായി, തിര്യക്കായിട്ടും മൃഗമായും. അവനുടെ കൃപയുണ്ടെങ്കിൽ മാത്രം അവനെ കണ്ടിടം രാവണ. അവനു സത്യത്തിൽ രൂപങ്ങളില്ല, എങ്കിലും ഭക്തൻ കാണുന്നു. അവനിയിൽ ഭക്തരക്ഷയ്ക്കായിട്ടു അഖില നായകൻ ശ്രീഹരി. അവതാരം ചെയ്യും ഓരോ കാലത്തിൽ പല പല രൂപഭാവത്തിൽ. ചൈതന്യത്തെ കാണുവാൻ നിനക്കുണ്ടാകും ഭാഗ്യം രാവണ. ആനന്ദരൂപൻ സൂര്യവംശത്തിൽ രാമനായി പിറന്നിടും. അച്ഛൻ്റെ വാക്കു സത്യമാക്കുവാൻ കാട്ടിലേക്ക് അവൻ എത്തിടും. അവനെ ഹൃത്തിലെ ചേർക്കുക, നീ ഭക്തിയോടെ ഭജിക്കുക. ഇത്തരത്തിലെ വാക്കുകൾ കേട്ടു കൈകസി പുത്രൻ രാവണൻ. ഇച്ഛിച്ചു നിന്നെ കാണുവാൻ, നിന്റെ ബാണമേറ്റു മരിക്കുവാൻ. ഈ കഥകളെ ആരാണോ നിത്യം ശ്രദ്ധയോടെ കേട്ടിടുന്നു, ഇഹലോകത്തിലും പരലോകത്തിലും സൗഖ്യം നേടിടും നിർണയം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമ. രാമ രാഘവ രക്ഷമ രാക്ഷസന്തക രക്ഷമ. ശ്രീരാമ ഉവാച ബാലിസുഗ്രീവയോർജന്മ ശ്രോതുമിച്ഛാമി തത്വതാ. രവീന്ദ്രൗ വാനരാകാരൗ ജജ്ഞാത ഇതി ന ശ്രുതം. ശ്രീരാമചന്ദ്രസ്വാമി അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് പിന്നീട് ചോദിച്ചു, ബാലിസുഗ്രീവന്മാരുടെ ജനനകഥ അത് വേണ്ടതുപോലെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സൂര്യനും ചന്ദ്രനും രവീന്ദ്രൗ വാനരാകാരോ, രവിയും ഇന്ദ്രനും വാനരാകാരത്തിൽ പിറന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ബാലിസുഗ്രീവന്മാരുടെ പൂർവ്വചരിത്രം പറയാനായിട്ട് ആരംഭിക്കുന്നത്. അഗസ്ത്യ മഹർഷി പറഞ്ഞു, മേരുഗിരിയുടെ സുവർണ മേരുഗിരിയുടെ മധ്യത്തിലാണ് ശാതകൗംഭി എന്നറിയപ്പെടുന്ന ബ്രഹ്മാവിൻ്റെ കൊട്ടാരമുള്ളത്, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ സഭാതലം. 100 യോജനയാണ് അതിൻ്റെ വിസ്തൃതി എന്നാണ്. അവിടെ ഒരിക്കൽ ധ്യാനനിലീനനായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മാവ് ആ ഭഗവാന്റെ ദർശന സൗഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ആ അനുഭൂതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര്, ആനന്ദാശ്രു, ഹർഷാശ്രു ബിന്ദുക്കൾ താഴേക്ക് ഒഴുകി. ആ ജലം കയ്യിലെടുത്ത് ബ്രഹ്മാവ് ഒന്ന് ധ്യാനിച്ച് നേരെ ഭൂമിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കി. ഭൂമിയിൽ ആ അശ്രുകണങ്ങൾ വന്ന് വീണപ്പോഴോ അതിൽ നിന്നൊരു വാനരശ്രേഷ്ഠൻ ജനിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, തമാഹദ്രുഹിണോ വത്സ കിഞ്ചിത് കാലം വസാത്രമേ സമീപേ സർവശോഭാഢ്യേ തതശ്രേയോ ഭവിഷ്യതി. ഉണ്ണി, ഒരു കാര്യം ചെയ്തോളൂ, കുറച്ചു കാലം എൻ്റെ കൂടെ താമസിച്ചോളൂ. ഇവിടെ നിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാവും. തതത്തെ ശ്രേയ ഭവിഷ്യതി, നിനക്ക് ശ്രേയസ് ഉണ്ടാവും, നന്മ വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ വാനരൻ ഇവിടെ വന്നു. മേരുപർവ്വതത്തിൻ്റെ മുകളിൽ ഈ നാൻമുഖൻ്റെ സഭാതലത്തിൽ വളരെ സുഖമായിട്ടുള്ള, വളരെ ഗംഭീരമായിരിക്കുന്ന അവിടെ അദ്ദേഹം താമസിക്കുകയാണ്.
അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്താണ് നല്ല ഭംഗിയായിട്ട് രത്നങ്ങളൊക്കെ പാകിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കുളം. അതിൻ്റെ കൽപ്പടവുകളിൽ അല്ലെങ്കിൽ ഈ രത്നത്തിൻ്റെ പടവുകളിൽ കയറി വാനരൻ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ നോക്കിയപ്പോഴോ അതാ അപ്പുറത്ത് വേറൊരു കുരങ്ങൻ നിൽക്കണു, തന്നെ പോലെ വേറൊരാൾ. ദേഷ്യം വന്നു അല്ലേ? കുരങ്ങന്മാർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ സിംഹത്തിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, കിണറ്റിൽ നോക്കി ഗർജിച്ച സിംഹത്തിൻ്റെ കഥ. ഇതേപോലെ ആ കുരങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ എതിരാളിയാണെന്ന് കരുതിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടി. വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നോക്കുമ്പോൾ വെള്ളത്തിലൊന്നും കാണാനില്ല. വേഗം മുകളിലേക്ക് തന്നെ കയറി വന്നപ്പോഴാണ് ആത്മാനം സുന്ദരിം രാമാം അപശ്യൽ വിസ്മയം ഗത. താൻ വാനരനല്ലാതെയായി ഇപ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറി. അങ്ങനെയുണ്ട് അല്ലേ? നമ്മൾ ആ കഥകൾ കേൾക്കുന്ന സമയത്ത് സുദ്യുമ്നനായി മാറുന്ന കഥയൊക്കെ, സുദ്യുമ്നൻ വീണ്ടും ഇളയായി മാറുന്ന കഥയൊക്കെ ഭാഗവതത്തിൽ കേൾക്കാം. അതൊരു സ്ഥലത്ത് പോയപ്പോഴാണ് അങ്ങനെ മാറ്റം ഉണ്ടാവുന്നത്. ഇളാവൃതത്തിൽ പോയപ്പോൾ ഇവിടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോഴാണ് ഈ അത്ഭുതം നടന്നത്. ഏതായാലും സുന്ദരിയായ സ്ത്രീയായി മാറിയത് എന്താണാവോ എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ ബ്രഹ്മാവിനെ കണ്ട് പൂജിച്ച് മധ്യാഹ്നവേളയിൽ തിരിച്ചു വരുമ്പോഴാണ് അതിമനോഹരിയായ ഒരു സുന്ദരിയെ കണ്ടതും ആ സുന്ദരിയിൽ സുരേന്ദ്രനായ അദ്ദേഹം മോഹിതനായി അദ്ദേഹത്തിൻ്റെ വീര്യം സ്ഖലിച്ചു. അതിൽ നിന്ന് അവിടെ ഇന്ദ്രന് തുല്യ പരാക്രമശീലത്തോടു കൂടിയുള്ള ഒരു ഉണ്ണി പിറന്നു. അതാണ് ബാലി എന്ന് പറയുന്നത്. ഒരു സ്വർണമാല ആ വാനര കുമാരനെയും ഒരു സ്വർണമാലയും സമ്മാനിച്ചിട്ടാണ് ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് സൂര്യൻ വരുന്നത്. സൂര്യനും ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് കാമവിവശനായി. ആ സൂര്യൻ്റെ വീര്യം ഉടൻ തന്നെ മറ്റൊരു വാനരനായി മാറി സുഗ്രീവനും ആയി. സൂര്യൻ പറഞ്ഞു അവിടെ ഹനുമാനെ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടാണത്രേ സുഗ്രീവൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചത് സാക്ഷാൽ സൂര്യനാണ് എന്ന് പറയുന്നു. ഏതായാലും ആ സുന്ദരി തൻ്റെ 2 മക്കളെ കിട്ടി. വല്ലാതെ ക്ഷീണിച്ചു, ബ്രഹ്മാവിനെ കാണാനില്ല. അന്ന് രാത്രി അവർ കൂടി ഇങ്ങനെ കിടന്നുറങ്ങി. കാലത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ പൂർവ്വവൽ വാനരാകൃതി അപശ്യൽ പഴയ പോലെയായി. ഒരു വാനരൻ, 2 ഉണ്ണികൾ. അവര് ആ 2 ഉണ്ണികളെയും എടുത്തിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, വിഷമിക്കേണ്ട, ബഹുശ സമാശ്വാസ്യ, പല രീതിയിൽ സമാശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം എന്നും പറഞ്ഞ് അദ്ദേഹം കൽപ്പിച്ചു. ഒരു ദേവദൂതൻ അവിടെ വന്നു. ദേവദൂതനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എൻ്റെ ആജ്ഞപ്രകാരം ഈ വാനരവീരന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഭൂമിയിൽ വിശ്വകർമാവ് നിർമ്മിച്ച കിഷ്കിന്ധ എന്ന ദിവ്യപുരിയിലേക്ക് കൊണ്ടുപോകണം. എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ, ദേവന്മാർക്ക് പോലും സുരാണാമപി ദുർലഭം ആയിരിക്കുന്ന ദുഷ്പ്രാപ്യമായ ഈ കിഷ്കിന്ധയിൽ സിംഹാസനത്തിൽ ഇദ്ദേഹത്തെ രാജാവായി വാഴിക്കണം. സപ്തദ്വീപുകളിലുമുള്ള വാനരന്മാർ മുഴുവൻ ഈ കവിശ്രേഷ്ഠൻ്റെ അനുഗാമികളും ആജ്ഞാനുസാരികളുമായിട്ട് തീരും എന്ന് അവിടെ ബ്രഹ്മാവ് ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, പിന്നെ സാക്ഷാൽ നാരായണൻ, സനാതനമൂർത്തിയായിരിക്കുന്ന ശാശ്വത ചൈതന്യമൂർത്തിയായിരിക്കുന്ന നാരായണൻ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന രാക്ഷസന്മാരെയും അസുരന്മാരെയും നിഗ്രഹിക്കാനായി ദശരഥനന്ദനായി രാമനായി അവതരിക്കും. അപ്പോൾ വാനരന്മാർ മുഴുവൻ ഈ രാമനെ സഹായിക്കാൻ എത്തണം. ബ്രഹ്മാവ് ഇത് പറഞ്ഞു. ദേവദൂതൻ്റെ ആജ്ഞാനുസരണം അവിടെ ഭൂമിയിൽ വന്ന് ആ കവിശ്രേഷ്ഠനെ വാനരാജാവാക്കി അഭിഷേകം ചെയ്ത് അദ്ദേഹം ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. തദാദി സാ കിഷ്കിന്ധ വാനരാണാം നൃപാശ്രയ അഭൂത്. അന്നു മുതൽ കിഷ്കിന്ധ എന്തായി? വാനരന്മാരുടെ രാജധാനിയായി മാറി. എന്നിട്ട് രാമനോട് പറഞ്ഞു, സർവേശ്വരസ്ത്വമേവാസീരിദാനിം ബ്രഹ്മണാർത്ഥിത ഭൂമേർഭാരോ ഹൃദ കൃഷ്ണസ്ത്വയാ ലീലാനൃദേഹിന സർവഭൂതാന്തരസ്തസ്യ നിത്യമുക്തചിതാത്മന അഖണ്ഡാനന്ദരൂപസ്യാകിയാനേഷ പരാക്രമ തഥാപി വർണ്യതേ സദ്ഭിർ ലീലാമാനുഷരൂപിണ. ഇവിടെ പറഞ്ഞു, ഇങ്ങനെ ആ ചൈതന്യസ്വരൂപനായിരിക്കുന്ന നാരായണൻ ഉണ്ടല്ലോ, ആ നാരായണൻ അവിടുന്ന് തന്നെയല്ലേ. ലീലയാൽ മാനവദേഹം എടുത്ത അവിടുന്ന് ഭൂഭാരം മുഴുവൻ ഇല്ലാതെയാക്കി നിത്യമുക്ത ചൈതന്യനായി അഖണ്ഡാനന്ദത്തിടമ്പായി
അവിടുന്ന് ഇതൊക്കെ ചെയ്യണു. അവിടത്തേക്ക് ഇപ്പോൾ വീര്യമോ പരാക്രമം കാണിക്കലോ ഒന്നുമില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തന്മാർക്ക് പാടി നടക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ ബാലിസുഗ്രീവന്മാരുടെ കഥ പോലും പാടുന്ന ആളുകൾ അവരൊക്കെ അവിടുത്തെ ആശ്രയിക്കും. സർവപാതകൈ മുച്യതൈ, എല്ലാ പാതകങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും അവർ മോചിപ്പിക്കപ്പെടുകയും ചെയ്യും. ശ്രീരാമചന്ദ്രസ്വാമിൻ ഞാൻ ഒരു കഥ കൂടി പറയാം. രാമത്വത ആശ്രയാം, അവിടുത്തെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ. എന്തിനു വേണ്ടിയാണ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയത്? ആ ഒരു കഥ കൂടി അവിടെ പറയുകയാണ്. സർവജ്ഞോപി, എല്ലാം അറിയുന്ന രാമൻ അത് കേട്ടിരുന്നു. കൃതയുഗത്തിൽ പ്രജാപതിയുടെ പുത്രനായിരിക്കുന്ന സനൽകുമാരൻ ഒരിക്കൽ ഏകാന്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മപുത്രനായ സനൽകുമാരൻ, സനകാദി യോഗീശ്വരന്മാർ അല്ലേ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, അതിൽ സനൽകുമാരൻ്റെ അടുത്തേക്ക് രാവണൻ എത്തിച്ചേർന്നു. രാവണൻ അദ്ദേഹത്തെ വീണിങ്ങനെ നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, അസ്മിൻ ലോകെ ബലവത്തരഹ ദേവാനം പ്രവരഹ കനു, ആരാണ് ഈ ലോകത്തിൽ ഏറ്റവും പ്രബലനായ ദേവശ്രേഷ്ഠൻ? ഇതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ദേവന്മാർ പോലും ആരെയോ ആശ്രയിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരെ ആശ്രയിച്ചിട്ടാണ് ശത്രു മർദ്ദനം നടത്തുന്നത്, ശത്രുക്കളെയൊക്കെ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നത്? ആരെ ഉദ്ദേശിച്ചാണ്? കം ദ്വിജാ യജന്തി, ബ്രാഹ്മണര് യാഗം ചെയ്യണത് ആരെ ഉദ്ദേശിച്ചാണ്? കം നിത്യം യോഗിനഃ ധ്യായന്തി, യോഗികൾ ആരെയാണ് ധ്യാനിക്കുന്നത്? ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ സനൽകുമാരൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ, ഈ ജഗത്തിൻ്റെ നിത്യരക്ഷകൻ ആരാണോ ജനനാദികളില്ലാത്ത, ജനന മരണങ്ങളില്ലാത്ത, അജനായും അവ്യയനായും അനുപമ സ്വരൂപനായും മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്, ദേവന്മാർ നമിക്കുന്ന ആ ഹരിനാരായണൻ, ചരാചര ജഗത്തൊക്കെ അദ്ദേഹം സൃഷ്ടിക്കണു. ആരുടെ നാഭീകമലത്തിൽ നിന്നാണോ ബ്രഹ്മാവുണ്ടായത്, ആ നാരായണനെ ആശ്രയിച്ചാണ് ദേവന്മാർ ശത്രുക്കളെയൊക്കെ ജയിക്കുന്നത്. ധ്യാനയോഗത്തിലൂടെ യോഗികൾ നാമം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നേടുന്നു. ഇത് കേട്ടപ്പോൾ ചോദിച്ചു, അപ്പോൾ വിഷ്ണുവിനാൽ ദൈത്യദാനവ രാക്ഷസന്മാർ കൊല്ലപ്പെട്ടു, അവർക്ക് മരണാനന്തരം എന്താ ഉണ്ടാവുക? വിഷ്ണുവിനാൽ, വിഷ്ണുവിൻ്റെ ആയുധമേറ്റോ വിഷ്ണുവിൻ്റെ കൈകൊണ്ടോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ലഭിക്കും? അപ്പോൾ പറഞ്ഞു, ദേവന്മാർ കൊന്നു കഴിഞ്ഞാൽ സ്വർഗലോകത്തിലേക്ക് എത്തും, അവിടെ ഭോഗസുഖമൊക്കെ അനുഭവിക്കാം. പുണ്യം കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോൾ എന്തുണ്ടാവും? വീണ്ടും ജനിക്കേണ്ടി വരും, പിന്നെയും കർമ്മകാണ്ഡത്തിൽ ഉഴറേണ്ടി വരും. അത് കഴിഞ്ഞ് വീണ്ടും മരിക്കും. വീണ്ടും പുണ്യമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോവും, പാപമാണെങ്കിൽ നരകത്തിലേക്ക് പോവും. പുണ്യപാപങ്ങൾ ക്ഷയിച്ച് അത് സമമായ ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും. പക്ഷേ പൂർവാർജിതൈ പുണ്യപാപൈർ മ്രിയന്തേ ചോദ്ഭവന്തി ച വിഷ്ണുനായേ ഹതാസ്തേതു പ്രാപ്നുവന്തി ഹരേർഗതി. മുമ്പാർജിച്ച പുണ്യപാപങ്ങളെ കൊണ്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെങ്കിലും വിഷ്ണുനായേ ഹതാതേതു, വിഷ്ണുവിനാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അയാൾ എന്തിലേക്കെത്തും? വിഷ്ണുപദത്തിലേക്കെത്തും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഉറപ്പിച്ചു, സാർത്ഥം യോത്സ്യേ ഇത് ചിന്താപര അഭവൽ, എങ്കിൽ അഹം ഹരിണ സാർത്ഥം, ഈ വിഷ്ണുവുമായി ഞാൻ പടപൊരുതും, യാതൊരു സംശയവുമില്ല. ഋഷീശ്വരൻ പറഞ്ഞു, വത്സ തേ അഭീഷ്ടം ഭവിഷ്യതി സംശയ, നിന്റെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അധികം വൈകാതെ നിന്റെ ആഗ്രഹ ആ സാഫല്യം നടക്കുക തന്നെ ചെയ്യും. അപ്പം മായാമയനാണ്, അരൂപനാണ് ആ വിഷ്ണുവിൻ്റെ സ്വരൂപം ഞാൻ പറഞ്ഞു തരാം. എല്ലാ സ്ഥാവരങ്ങളിലും നദീനദങ്ങളിലും ആ വിഷ്ണു നിലനിൽക്കുന്നുണ്ട്. ഓങ്കാരവും സത്യവും അവനാണ്. സാവിത്രിയും പൃഥ്വിയും ശേഷസ്വരൂപനായിരിക്കുന്ന അനന്തനും അവൻ തന്നെയാണ്. സർവേ ദേവ സമുദ്ര കാല സൂര്യ ചന്ദ്രമാജ സൂര്യോദയ ദിവാരാത്രി യമ തഥാ അനില ച ഏവ അഗ്നി ഇന്ദ്ര തഥാ മൃത്യു പർജന്യ തഥാ വസവ ബ്രഹ്മ രുദ്രാദയ ച ഏവ യേ ച അന്യേ ദേവദാനവാഹ. അപ്പോൾ അഖിലദേവന്മാർ, സമുദ്രങ്ങൾ, കാലം, സൂര്യേന്ദ്രന്മാർ, സൂര്യോദയം, ദിനരാത്രങ്ങൾ, യമൻ, വായു, അഗ്നി, ഇന്ദ്രൻ, മരണം, മേഘം, വസുക്കൾ, ബ്രഹ്മാവ്, രുദ്രന്മാർ, മറ്റു ദേവദാനവന്മാർ ഒക്കെ തന്നെ ആരാണ്? അതൊക്കെ അവിടുത്തെ സ്വരൂപമാണ്. ആ ഭഗവാനാണ് ഈ ലോകം മുഴുവൻ വിദ്യുത്തായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവൻ തന്നെയാണ് അഗ്നിയായി ജ്വലിക്കുന്നത്. അവൻ തന്നെയാണ് വിഷ്ണുവായി രക്ഷിക്കുന്നത്. രുദ്രനായി ഭക്ഷിക്കുന്നതും ആ വിഷ്ണു തന്നെയാണ്. ബ്രഹ്മാവായി സൃഷ്ടിക്കുന്നതും ആ വിഷ്ണു തന്നെയാണ്. ഈ ത്രൈലോക്യം മുഴുവൻ
അവനാൽ വ്യാപ്തമാണ്, അവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഏതുപോലെയാണ് അവൻ്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ നീലോൽപലദളശ്യാമ വിദ്യുദ്വർണാംബരാവൃത, നീലത്താമരയുടെ ഇതളുപോലെ ആ നിറമാണ് അവന്. മിന്നലിൻ്റെ നിറമാണ് അവൻ്റെ വസ്ത്രങ്ങൾക്ക്. അതോടൊപ്പം ശ്രീദേവി, ആ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി സദാ കടാക്ഷിച്ചും കെട്ടിപ്പിടിച്ചും ഇരിക്കുന്നുണ്ട് അവനോടുകൂടി. ദേവദാനവ നാഗന്മാർക്കൊന്നും തന്നെ അവനെ കാണാൻ സാധിക്കില്ല. അവനെ കാണണമെങ്കിൽ എന്തു വേണം? ഭക്തി വേണം. അവൻ കാരുണ്യപൂർവ്വം ആരെ അനുഗ്രഹിക്കുന്നോ അവർക്കേ ഈ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. യജ്ഞ തപസ്സുകളെ കൊണ്ടോ ദാനാധ്യയനാദികളെ കൊണ്ടോ മറ്റുപാധികളെ കൊണ്ടോ ഇതരയുപായേ അപി ഭഗവാൻ ദ്രഷ്ടും ന ശക്യത, ഭഗവാന് ദർശിക്കാൻ സാധിക്കില്ല. പിന്നെയോ തദ്ഭക്തൈസ്തൽഗത പ്രാണൈസ് തച്ചിത്തൈർധുതകൽമഷൈ ശക്യതേ ഭഗവാൻ വിഷ്ണുർവേദാന്താമലദൃഷ്ടിഭി. അവനിൽ ജീവൻ അർപ്പിച്ച, അവനിൽ ഹൃദയത്തെ ചേർത്തുവെച്ച, ധുതകൽമഷൈഹി പാപക്കറയറ്റ, വേദാന്ത ചിന്തയാൽ വിശുദ്ധമായ ദൃഷ്ടി നേടിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളുകൾക്ക്, ഭക്തന്മാർക്ക് ആ വിഷ്ണുവിനെ കാണാൻ സാധിക്കും. ഇനി നിനക്ക് ആ വിഷ്ണുവിനെ കാണണം എന്ന് മോഹമുണ്ടെങ്കിൽ ആ ദേവേശൻ, ആ ഈശ്വരൻ ഹരി രാമ ദേവമർത്യാനാം ഹിതാർത്ഥം ഇക്ഷ്വാകൂണാം കുലേ നൃപവിഗ്രഹ ദാശരഥി രാമ ഭൂത്വ ഭവിത. ഇവിടെ ആ ഈശ്വരൻ ദേവ മാനവരക്ഷയ്ക്കായിക്കൊണ്ട് ഇക്ഷ്വാകു വംശത്തിൽ രാജദേഹം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാനവദേഹം സ്വീകരിച്ചും കൊണ്ട് ദാശരഥിയായി, ദശരഥപുത്രനായി, രാമനായി അവതരിക്കും. എന്നിട്ടോ അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി സഹോദരനായ ലക്ഷ്മണനോടും ജഗന്മാതാവായ തൻ്റെ മായ തന്നെയായിരിക്കുന്ന സാക്ഷാൽ സീതാദേവിയോടും കൂടി ദണ്ഡകേവനെ വിചരിഷ്യതി, ഈ ദണ്ഡകവനത്തിൽ സഞ്ചരിക്കും. അപ്പോൾ സീതാസമേതനായ രാമനെ, ശ്രിയായുതം രാമം ഭക്തിഭാവേന സദാ ഭജസ്വ. ഈ ശ്രീരാമചന്ദ്രനെ, സീതാസമേതനായ രാമനെ, സീതാരാമനെ, ജാനകീകാന്തനെ ഭക്തിഭാവേന സദാ ഭജസ്വ. ഭക്തിഭാവത്തോടുകൂടി ഭജിക്കണം എന്നാണ് പറഞ്ഞത് സനൽകുമാരൻ. ഭക്തി എന്നുള്ളതിന് മുമ്പ് പ്രേമഭക്തിയുണ്ട്, ഭയഭക്തിയുണ്ട്, ദ്വേഷഭക്തിയുണ്ട്, സ്നേഹഭക്തിയുണ്ട്, ഇല്ലേ? ഭക്തി തന്നെ പലതരത്തിലുണ്ട്. ഇവിടെ രാവണൻ എടുത്തത് ദ്വേഷഭക്തിയാണ്, ഒരല്പം ഭയത്തോടു കൂടിയ ദേശഭക്തി. അഗസ്ത്യൻ പറഞ്ഞു, രാവണൻ ഒന്നിങ്ങനെ ആലോചിച്ചു. ത്വയാസഹ വിരോധേപ്സു മുമുതേച്ച, അവിടുത്തെ എതിർക്കാൻ തീരുമാനിച്ചും കൊണ്ട് ഉള്ളിൽ ചിരിച്ചു. അപ്പോൾ ആ സകല ആളുകളെയും കീഴടക്കി. എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ കൈകൊണ്ട് താൻ മരിക്കും എന്ന് വിചാരിച്ച് അതീവ ബുദ്ധിമാൻ രാവണ ജാനകിം ദേവിയും ഹൃതവാൻ. അങ്ങനെയാണല്ലോ ഭഗവാനെ, അല്ലേ? തൻ്റെ ഭാര്യയെ അപഹരിക്കുന്ന ആളുകളോട് വീരൻ ആണെങ്കിൽ, നമ്മൾ പറയില്ലേ, പൗരുഷം ഉണ്ടെങ്കിൽ, പുരുഷത്വമുണ്ടെങ്കിൽ ആരായാലും അതിന് തിരിച്ചെന്തെങ്കിലും ചെയ്യാണ്ടിരിക്കില്ല. അപ്പോൾ പിന്നെ ഏറ്റവും എളുപ്പം എന്താ? ഭാര്യയെ അപഹരിക്കുക. തങ്ങൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായും പിറന്ന സമയത്ത് ഹിരണ്യാക്ഷൻ ഭഗവാന്റെ ഭാര്യയായ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുക ചെയ്തത്. അന്ന് സഹോദരനാണ് ചെയ്തത്. ഈ അവതാരത്തിൽ താൻ തന്നെ ചെയ്യാമെന്ന് രാവണൻ തീർച്ചപ്പെടുത്തി. അന്ന് ഹിരണ്യകശിപുവായിരുന്നുവെങ്കിൽ ഇന്ന് രാവണനാണ്. അപ്പോൾ രാവണൻ എന്ത് ചെയ്യാൻ തീർച്ചപ്പെടുത്തി? ഭഗവാന്റെ ഭാര്യയെ, ലക്ഷ്മി ഭഗവതിയെ, ശ്രീധരാശ്ലിഷ്ടപാർശ്വം, അല്ലെ? രണ്ട് ഭാഗത്ത് ശ്രീയും ധരയുമാണ്. ശ്രീയെ ധരിച്ചവനാണ് ശ്രീധരൻ. അപ്പം ശ്രീധരൻ്റെ ഒരു ഭാഗത്ത് ശ്രീയും ഒരു ഭാഗത്ത് ധരയുമാണ്. ധരയെ തട്ടിക്കൊണ്ടുപോയി ആദ്യം ഹിരണ്യാക്ഷൻ. ഇപ്പം ശ്രീയെ, ആ ശ്രീദേവിയെ, ശ്രീലക്ഷ്മിയെ, ജാനകീദേവിയെ അപഹരിച്ചു. എന്നിട്ട് അതിൻ്റെ ഫലശ്രുതി കൂടി അവിടെ അങ്ങനെ പറഞ്ഞു. ഇമാം കഥാം യശൃണയാൽ പഠേദ്വാ സംശ്രാവയേൽവാ ശ്രവണാർത്ഥിനാം സദാ ആയോഷ്യമാരോഗ്യമനന്ത സൗഖ്യം പ്രാപ്നോതി ലാഭം ധനമക്ഷയം ച. ഈ കഥ കേൾക്കുകയോ വായിക്കുകയോ കേൾക്കാൻ താല്പര്യമുള്ളവരെ കേൾപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ ആയുഷ്യം ആരോഗ്യം അനന്തസൗഖ്യം പ്രാപ്നോതി.
ആയുസ്സുണ്ടാവും, ആരോഗ്യമുണ്ടാവും, സീമയേറ്റ അതിരില്ലാത്ത സൗഖ്യം അതും ലഭിക്കും. അതേപോലെ ലാഭം, അക്ഷയധനം, ഒരിക്കലും നശിക്കാത്ത ധനം ഇതൊക്കെ ലഭിക്കുകയും ചെയ്യും എന്ന ആ ഫലശ്രുതി കൂടി പറഞ്ഞും കൊണ്ടാണ് മൂന്നാമത്തെ സർഗം അവിടെ ഉപസംഹരിക്കുന്നത്. ഇനി അടുത്ത സർഗങ്ങൾ നമുക്ക് നാളെയാണ് അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തരിക എന്ന് കരുതുന്നു. നാലാമത്തെ സർഗത്തിൽ രാമരാജ്യത്തിൻ്റെ മഹിമ, സീതയുടെ വനവാസത്തെ അവിടെ വർണ്ണിക്കുന്നു. സീതയെ ഭഗവാൻ അവിടെ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കുന്ന ആ രംഗം ഉപേക്ഷിക്കുകയല്ല എന്നുള്ളത് നമുക്ക് നാളെ മനസ്സിലാവും. പിന്നീട് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിൽ ആ ആനന്ദമൂർത്തിയുടെ പാദങ്ങളിൽ വീഴുന്ന അനന്തമൂർത്തി ലക്ഷ്മണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രാമഗീത എന്നുള്ള രീതിയിൽ, അല്ലേ, ഭാഗവതത്തിൽ നമ്മൾ ഭഗവത്ഗീതയും ഉദ്ധവഗീതയും ഒക്കെ കാണും. ഇവിടെ രാമഗീത, രാമതത്വത്തെ അനാവരണം ചെയ്യുകയാണ് ശ്രീരാമചന്ദ്രസ്വാമി തന്നെ. അതാണ് നമുക്കവിടെ കേൾക്കാനായിട്ട് സാധിക്കുക. രാമഗീത എന്നുള്ള രാമൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഉപദേശവും അവിടെ കാണാനായിട്ട് സാധിക്കും. ആ 2 സർഗങ്ങളാണ് നമ്മൾ നാളെ അനുസ്മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി ദീപാരാധനയോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ഇന്ന് സമർപ്പിക്കാം. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. സംഗമമൂർത്തേ സങ്കടനാശന ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദന കൗസല്യാത്മജ ശരണം മേ തവ ചരണയുഗം. സീതാനായക ജാനകി വല്ലഭ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ സീതാവല്ലഭ ശരണം മേ തവ ചരണയുഗം. സീതാരാമ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.